This call is now being recorded. വിദ്യാർത്ഥികളെ ചേർത്തിട്ട് കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ആവശ്യമായ ആശയങ്ങൾ രൂപീകരിച്ച് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ലീഗൽ സപ്പോർട്ട്, അവർക്ക് ആവശ്യമായ നെറ്റ്വർക്ക് സപ്പോർട്ട്, ഓഫീസ് ഫെസിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ PSMOയുടെ ഭാഗത്തു നിന്ന് നൽകാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രിൻസിപ്പാളും മറ്റും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ PSMO കോളേജിൽ PSMOSIS റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യൂബേഷൻ സെന്റർ ഫോർ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു സെന്റർ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ നമ്മളൊരു കോമ്പറ്റീഷൻ നടത്തി നമുക്ക് 14ഓളം ഐഡിയകൾ ലഭിക്കുകയും അത് ഇന്നോവേറ്റീവ് ഐഡിയ ഉള്ള 6ഓളം ഐഡിയകൾ നമ്മൾ സെലക്ട് ചെയ്തു. ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ പ്രസന്റേഷൻ നടത്തി അതിൽ നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വെറും കോമ്പറ്റീഷന് വേണ്ടി മാത്രമാണ്. അതൊരിക്കലും ഒരു ബിസിനസ് രീതിയിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പുതിയ ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുന്നോട്ട് വരാം. PSMO കോളേജിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ അതും സംഘടിപ്പിച്ച് നൽകുന്നതിനുള്ള സപ്പോർട്ട്, പിന്തുണ PSMO കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇതാണ് നമ്മൾ ചുരുക്കി ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രീഷ മിസ്, റഷീദ് സാറ് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോകാം. കരീം സാറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മള് ഒരു ഓൺട്രപ്രണറിയൽ കൾച്ചർ നമ്മുടെ PSMO കോളേജിൽ രൂപീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. കംപ്ലീറ്റ് നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, അധ്യാപകർക്കോ കോളേജിനോ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല. ഡെഫിനറ്റ്ലി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഗ്രാം നടത്തിയപ്പോൾ തന്നെ കരീം സാർ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഉയർന്ന രീതിയിലാണ് കുട്ടികൾ സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത്രത്തോളം ഉള്ള ഒരു പ്രസന്റേഷൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അത് കരീം സാറും വന്ന് ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ സാറും പറയുണ്ടായി. കാരണം അത്രയും നല്ല നിലവാരത്തിലുള്ള പ്രസന്റേഷൻസ് ആയിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. കുട്ടികൾ വളരെ വ്യക്തമായിട്ട് അവരുടെ ഐഡിയ പ്രസന്റ് ചെയ്യും. അവര് വളരെ വ്യക്തമായിട്ട് അവർ എങ്ങനെയാണ് ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യേണ്ടത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായ ധാരണയോട് കൂടിയിട്ട് തന്നെയാണ് കുട്ടികൾ. അവരെ ആരും ട്രെയിൻ ചെയ്തിട്ടില്ല കുട്ടികളെ. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിൽ പ്രസന്റ് ചെയ്യുന്ന പല കുട്ടികളെയും ആദ്യമായി നമ്മൾ നേരിൽ കാണുന്നത് പോലും ആ പ്രസന്റേഷൻ ഡേയിലാണ്. അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ്. കൂടുതൽ നമുക്ക് 6 പ്രസന്റേഷനാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്തിട്ട് സെലക്ട് ചെയ്തത്. അതിൽ 4 പ്രസന്റേഷൻ ഫസ്റ്റ് ഇയറിൽ നിന്നുള്ളതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഫസ്റ്റ് ഇയർ ഈ PG അല്ല, UG ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളാണ്. അവർ ചെറിയ കുഞ്ഞുങ്ങളാണ്, +2 കഴിഞ്ഞ് നേരെ വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ സബീൽ, ഡാനിഷ് ഒക്കെ പ്രസന്റേഷൻ ഒക്കെ എക്സംപ്ലറി ആയിരുന്നു. ശരിക്കും എടുത്തു പറയേണ്ടായിരുന്നു. നമ്മൾ പോലും ഒരുപക്ഷെ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നുപോയി, അധ്യാപകർ പോലും. അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നാജി ആയാലും എല്ലാ പ്രസന്റേഷനും, നമ്മുടെ ഫസ്റ്റ് വാങ്ങിച്ച മാത്സിലെ പിന്നെ പേര് ഞാൻ വിട്ടുപോയി, അവളും എല്ലാം വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് പ്രൈസ് കിട്ടാത്ത കുട്ടികളുണ്ടായിരുന്നു. നിഹാ നാസർ, പിന്നെ ഫോറിൻ കൺട്രിയിൽ നിന്നാണ് അവൾ പ്രസന്റേഷൻ നടത്തിയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഓൺലൈൻ പ്രസന്റേഷൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ BCom ഫസ്റ്റ് ഇയറിലുള്ള 2 പേര് ഒരു ക്ലേ പോട്ട് നിർമ്മിക്കുന്ന ഒരു രീതിയൊക്കെ വളരെ ജഡ്ജസ് പ്രത്യേകം കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ PG ലെവലിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു, PG സ്റ്റുഡൻസിനേക്കാളും ഉയർന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു അവർ കാഴ്ചവെച്ചതെന്ന്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു എക്സ്പോഷറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഐഡിയ മുന്നോട്ട് കൊണ്ടുവരാനും അത് നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമ്മുടെ കോളേജ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഇത്തരം ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റു കോളേജുകളിൽ ലഭിക്കില്ല. നിങ്ങൾക്ക് അറിയാലോ, സൺഡേ ആണെന്ന്. നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇപ്പൊ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ വേറെ ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാലോ, അക്കാഡമിക്കലി ഞങ്ങൾ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്.
ഒരുപക്ഷെ ഉറങ്ങാൻ പോലും സമയമില്ലാത്ത അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ് നമുക്ക് വാല്യുവേഷൻ ക്യാമ്പ്, അതുപോലെ തന്നെ ഒരുപാട് വർക്കുകളുണ്ട് നമുക്ക്, പ്രോജക്ട് വർക്ക്, കോളേജുകളിലുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടല്ലോ. അതിന്റെ ഇടയിലും സ്റ്റുഡൻസിന് ഇടയിൽ നിന്ന് ഒരു ബിസിനസ് എങ്കിലും, എപ്പോഴും കരീം സാറും റഷീദ് സാറും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ടീം തന്നെയുണ്ട്. സമീറ മിസ്, സമീർ സാറ്, ഷാഫി സാറ് എല്ലാം അടങ്ങുന്ന ഒരു ടീമാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും പറയാണ്ട് PSMOയിൽ നിന്ന് ഒരു ബിസിനസ് എങ്കിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് എങ്കിൽ ഒരു ബിസിനസ് എങ്കിലും PSMOയിലെ നമ്മുടെ നേതൃത്വത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം ഐഡിയ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് നമുക്കറിയാം. കുട്ടികൾക്കെല്ലാം പലതരത്തിലുള്ള ഐഡിയകളുണ്ട്. ഇപ്പൊ ഇത്തരം പ്രോഗ്രാംസ് നടത്തുമ്പോഴാണ് സ്റ്റുഡൻസിന് ഒരു പക്ഷേ എങ്ങനെയാണ് ഒരു ബിസിനസ് ഐഡിയ മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്ന് അവർ പഠിക്കുന്നത്. ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി LLC ആയിട്ടോ LLP ആയിട്ടോ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും കോളേജ് തരുന്നതായിരിക്കും. അതിനുള്ള ഫണ്ട് പോലും നമുക്ക് കണ്ടെത്താം. ഞങ്ങൾ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പുറമേ ഉണ്ട്. നിങ്ങളുടെ ഐഡിയ നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. നിങ്ങൾക്കറിയാലോ, ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഒരുപാട് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ടാക്സ് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഫൈനാൻസിങ്ങിന് എല്ലാം നിങ്ങൾക്ക് ഒരു 25 crore താഴെയുള്ള ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ അത് സ്റ്റാർട്ടപ്പ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. മോർ ദാൻ 25 crore ഇൻകം ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 years നിങ്ങൾക്ക് കംപ്ലീറ്റ് ടാക്സ് ഇൻസെന്റീവ്സും ടാക്സ് ഡിഡക്ഷനും ആണ് കിട്ടുന്നത്. ടാക്സ് എക്സംഷൻ എന്ന് പറയാം, ഇൻസെന്റീവ്സ് അല്ല, ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാറ്റന്റ് ഒക്കെ രജിസ്ട്രേഷൻ എല്ലാം ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ ഗവൺമെന്റ് സപ്പോർട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ എക്സ്പോ ഒരുക്കുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റി നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ്. നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന IIM മുൻ ഫാക്കൽറ്റിയാണ് സജി ഗോപിനാഥ്. സാറിനെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ ഇപ്പൊ ബിസിയാണ്. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് സാറിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ് തരാൻ വേണ്ടിയിട്ട് സാറ് തന്നെ നമുക്ക് വരും. നമുക്ക് സാറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. നമ്മുടെ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പിന്മാറുകയാണ്. നമുക്ക് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ലബി സർ, ഗുഡ് മോർണിംഗ് സർ. ഹലോ ലബി സർ. Yes, can you hear? Yeah, sir. Yes. Yeah. Okay. Hello. Okay, sir. Okay. Okay. Morning. So for being. Yeah, good morning, sir. Good morning, sir. Actually, we are waiting for you, sir. We are just adjusting the time. Okay. So today we have with us our chief guest, Labid Abdurrahman MI. Sir is not a aligned member of PSMO College. Sir is a son of a former faculty of PSMO College. He was a faculty of Department of Commerce, Mr. Abdurrahman, sir. And Mr. Labi sir is son of Mr. Abdurrahman sir, so he's very closer to our college. And I think many of the students are familiar to Labi sir because a few weeks before we have arranged a program in the Department of Commerce, that is intra-department business quiz. And sir was the chief guest of that program. And sir has spent around 3.5 hours along with us and evaluated all the business ideas. Sir, as a part of that program, we have arranged inter-department business quiz also. And we have selected 3 business ideas from that. Anyway, it's very happy to invite you, sir. Actually, we had a lot of apprehension regarding the network issue. And we are spending the time by explaining about the exposure that students get if they joined or if they come forward with a startup. Anyway, I'm not prolonging. We have a lot of things to discuss that sir will explain about new innovation and startup policy 2019. And I would like to explain a few words about our chief guest. Sir has completed a Bachelor of Architect from NIT Calicut and MTech from IIT Roorkee. And also sir has got a lot of opportunity to work with various government development projects like Indira Awas Yojana, NPTEL, etc. And sir as a geospatialist and worked with the various startup companies in different multidisciplines like management, space applications, science and technology, etc. So we are very lucky to have an eminent resource person like Labi sir to deal this session. So I invite Labi sir to this session. I also invite all the coordinators of PRICE and IIC PSMO College
to this program, especially the director of IIC and Price, Dr. Abdul Karim. And I also invite our beloved principal, Dr. Abdul Aziz, sir, for this function, and also invite our beloved students. They are all in all of these programs. My hearty welcome all to this program. Thank you, sir. And I invite Labid, sir, to this program. Sir, I invite you, sir. Over to you, sir. Thank you. So good morning all. How are you? Yeah. My name is Labid Abdurrahman, and now action that father many of you know me, and thank you for being online for this orientation session on ASP. So before I start, I would like to thank Dr. Srija CH, convener PIISC, and Dr. Abdul Karim T, Director and President of PIISC, and Dr. K. Aziza, Principal, Chairman, and Chairman of Price and PIISC. Sound clarity has problem. I'll check. Can you see the presentation? No, sir. Now? No, sir. Yes. Right? Yes, we. It's okay. Can you see? Okay. So I'll start. So today's presentation will be on NISP, National Innovation and Startup Policy 2019. So first, I'm giving you a minute to think what you know about NISP, see and think about what is innovation. You know about you know more. That is presentation. Just 30 seconds. So first orientation session to the ideas of I hope the college should start for the understanding of policy and its recommendation. National Innovation and Startup Policy by September 2009. The policy intends guide higher education to promote students faculty into innovation and startups. It is instrumental in leveraging the potential of students' problem-solving skills, mindset, and strong infra and institutional. ഹലോ ലബീദ് സാർ, നിങ്ങളെ വോയിസ് കട്ടായിക്കൊണ്ടാണ് കേൾക്കുന്നത്. ലബീദ് സാർ, നിങ്ങൾ ഫോൺ വഴി വോയിസും പ്രസന്റേഷൻ ലാപ്ടോപ്പിലാണെങ്കിൽ
ക്ലിയറായി ആവാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഹലോ ശ്രീഷ മിസ്, Yes, sir. Sir, എന്താ പറയൂ. നമ്മൾ എന്താ ചെയ്യും? നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ? സാറിനോട് ഒന്ന് സംസാരിച്ചിട്ടേ. സാറ് ജോയിൻ. ആ ഹലോ. ശ്രീഷ മിസ്, ആ സർ. നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ? സാർ ജോയിൻ ചെയ്യോ? ഒന്ന് സംസാരിച്ചു നോക്കൂ. അപ്പൊ കുട്ടികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് മറുപടികളൊന്നും വരുന്നില്ല മിസ്. ഹലോ മിസ്, കിട്ടിയ അവരെ കിട്ടിയാ? ഹലോ. ആ കിട്ടിയപ്പോ ഇല്ല സർ, ഇല്ല 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 ഇല്ല. അപ്പൊ നമ്മള് നെസ്പിന്റെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്താലോ? ആ സർ, ചെയ്തോളൂ സർ, ചെയ്തോളൂ. സാറ് ജോയിൻ ചെയ്യാണെങ്കിൽ ചെയ്യൂ. ഓക്കെ, ചെയ്തോളൂ. ആ സ്ക്രീൻ കാണുന്നുണ്ടോ മിസ്സ? ഹലോ സർ, കാണാം. സ്ക്രീൻ കാണുന്നുണ്ട്. കാണാം. സ്ക്രീനില് നാഷണൽ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് പോളിസി 2019 ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി കാണുന്നുണ്ടോ? ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ റിസോഴ്സ് പേഴ്സണ്
പ്രോബ്ലം ഉള്ളതായിട്ട് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നാഷണൽ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് പോളിസി NISP 2019, it was launched by Honorable Minister of Human Resource Development on 11 September 2019. ഇപ്പോൾ ഇതിന്റെ മിനിസ്ട്രി പേര് മാറ്റിയിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കിയിട്ടുണ്ട്. The policy Sir, I think Labib sir has joined again. Okay, right. Okay, we can continue with Labib sir. Yeah. Hello, Labib sir. Hello, Labib sir. Hello. Hello. Sir. Sir, please continue, sir. Okay. So, coming to the key features of the policy, policy recommends the investment in the entrepreneurial activities should be a part of the institute's financial strategy. Minimum is 1% fund of the institute total annual budget should be allocated for funding and support at the institute. And activities to create no separate fund. The second is academic break for a semester or a year to work as staff. This includes both for faculties and for students also. The third is working on a prototype or business model. For the innovation should be included in learning activities. And these CIs should allow their students to take a semester or year break or even more upon the decision of review committee constituted by the institute and the institute. And hello. Hello.
Hello. നമ്മൾ പാർട്ടിസിപ്പൻറ്റ് ശ്രദ്ധിക്കുക. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഡൽഹിയിൽ നിങ്ങൾക്കറിയാം കർഷക സമരം മറ്റു പ്രശ്നങ്ങളുള്ള കാരണത്താൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങളുടെ ക്ഷമയെ നമ്മൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം കേട്ടോ. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ റിസോഴ്സ് പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റിസോഴ്സ് പേഴ്സന്റെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് പ്രസന്റേഷൻ തുടങ്ങുന്നതാണ് കേട്ടോ. എന്ത് അവർ പറഞ്ഞാ? ഓക്കെ, നമുക്ക് പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇതിന്റെ ചുരുക്കം മാത്രമേ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് പ്രസന്റേഷന് നമ്മൾ ഗസ്റ്റിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ചുരുക്ക രൂപമാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നമ്മൾ അധ്യാപകർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സെബിൽ ഡാനിഷ് കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗസ്റ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ തുടങ്ങിയ സ്ലൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് പോളിസീസ് ലോഞ്ച്ഡ് ഇൻ 2019 11 December. The policy intends to guide higher education institutions like polytechnic colleges, engineering colleges, arts and science colleges, medical colleges, and nursing colleges to promote students and faculty driven innovations and startups.
ഈ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ, ഇവർ തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. ഇത് ഉപയോഗിച്ച് പുതിയ ഐഡിയകൾ രൂപപ്പെടുത്തി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്റ്റാർട്ടിങ് നമ്മൾ കോളേജുകളിൽ നിന്ന് തന്നെ രൂപപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് ഈ പോളിസി രൂപപ്പെടുത്തുന്നത്. The thrust areas of NISP 2019. Thrust areas on the strategies and governance for promoting entrepreneurship. ഇത് നമ്മൾ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി മേക്കിംഗ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. Then norms for faculty and student driven startups. ഇത് ഈ നോംസ് എല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടത് അതാത് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജുകളാണ് ഇതിനാവശ്യമായിട്ടുള്ള നോംസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. Then incubation and pre-incubation support. This also related to the institutions, particular institutions. Like നമ്മളെ കോളേജിന് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോളേജിൽ ഒരു സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടുന്ന ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപകർ കുട്ടികളെ സ്റ്റുഡൻസിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പോളിസികൾ, നോംസ്, കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് നമ്മൾ പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്യണം. അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻക്യുബേഷൻ ആൻഡ് പ്രീ ഇൻക്യുബേഷൻ സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ നമ്മളെ കോളേജിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ സെന്റർ ആണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് നമ്മൾ പ്രീ ഇൻക്യുബേഷൻ സെന്റർ ആയിട്ടും ഇൻക്യുബേഷൻ സെന്റർ ആയിട്ടും നമുക്ക് കണക്കാക്കാം. പ്രീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്. ഹലോ, പറഞ്ഞോളൂ സാറേ. കരീം സാറേ, സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ലബി സാർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒരു സെഷൻ സാറ് തന്നോളൂ നമുക്ക്, ഇപ്പോഴല്ലാതെ. ഓക്കെ, അപ്പോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓഡിയൻസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പെട്ടെന്ന് നിർത്തും. 5 മിനിറ്റിന്റെ ഉള്ളിൽ ഈ പ്രസന്റേഷൻ ഞാൻ നിർത്തും. നമ്മൾ ഓൾറെഡി ടൈം ലാഗ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇൻക്യുബേഷൻ ആൻഡ് പ്രീ ഇൻക്യുബേഷൻ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്ത് ആ ബിസിനസ്സിൽ തുടങ്ങുന്ന നമ്മളൊരു കുട്ടി ജനിക്കുക എന്ന് പറയല്ലോ, ആ കുട്ടി ജനിച്ചതിന് ശേഷമുള്ള സപ്പോർട്ടാണ് ഇൻക്യുബേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗർഭപാത്രത്തിലുള്ള സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ആ ഒരു ഐഡിയേഷൻ ഉള്ള സമയത്തും അത് ആ ബിസിനസ് രജിസ്റ്റർ ചെയ്ത ഒരു എൻറ്റൈറ്റി ആവുന്നതിന് മുമ്പ് വരെയുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് IP, പിന്നെ പേറ്റന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ അതിൽ കൊടുക്കും. പിന്നെ ഇതിന്റെ ലീഗൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അത് നമ്മൾ പ്രീ ഇൻക്യുബേഷൻ സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ നമ്മൾ പ്രൈസ് ഈ 2 സപ്പോർട്ടും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഇൻക്യുബേഷൻ സ്റ്റേജിൽ വരുന്നതാണ് ആവശ്യമായുള്ള ഓഫീസ് സൗകര്യങ്ങള്, പിന്നെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, പ്രിന്റർ, അങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ഇൻക്യുബേഷൻ ടൈമിൽ നമ്മൾ PSMO കോളേജ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. അതിനിപ്പോ നമ്മൾ ഒരു സ്പേസ് നമ്മൾ PSMO കോളേജിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പുറമെ PSMO കോളേജ് ഒരു PSMOC സേവ് ഈ എനർജി എന്നുള്ള ഒരു കമ്പനി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തന്നെ. അത് ഇതുപോലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. ആ ഐഡിയ ബേസ് ചെയ്ത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, അവർക്ക് പാറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, ഇനിയും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, കുട്ടികളുടെ ഭാഗത്തു നിന്നും, അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇതുപോലെ പുതിയ ഐഡിയകൾ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള സൊല്യൂഷൻസ് വരണം. ഇനി അടുത്ത ട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് IP ഓണർഷിപ്പ് ആൻഡ് ഇക്വിറ്റി ഷെയറിംഗ് മെക്കാനിസം. ഇതില്
ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളുടെ കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പൊ അതിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അത് ആർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ കുട്ടിക്കാണോ അതോ ആ ഇൻസ്റ്റിറ്റ്യൂഷനാണോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് മെന്റർ ഉണ്ടാകും, കോളേജിൽ മെന്റർ ഉണ്ടാകും. അപ്പൊ മെന്ററിനാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിർവചിക്കുന്ന ഏരിയയാണ് IP ഓണർഷിപ്പ് ആൻഡ് ഇക്വിറ്റി ഷെയറിംഗ് മെക്കാനിസം. അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ആരാണോ ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത് അയാളതാണ് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പൊ മുഴുവൻ അതോറിറ്റിയും ആ ഐഡിയ പ്രപ്പോസ് ചെയ്ത ആൾക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ അത് ഓണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടല്ല PSMO കോളേജിൽ നിന്ന്, അല്ലെങ്കിൽ ഏത് പോളിസി പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അവരാണ് അത് സപ്പോർട്ട് മൊത്തം കൊടുക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോ ഈ NISP നമ്മുടെ PSMO കോളേജ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അടുത്തത് ഇൻസെന്റിവൈസിങ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ്. അപ്പൊ ഈ ഏരിയയില് നമ്മള് പോളിസി പറയുന്നത് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികള്, അധ്യാപകര് ഇവർക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് അവരെ അതിനെങ്ങനെ ഇൻസെന്റിവൈസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിന് കേരള സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് 2017 ഇതിനെ ഈ പോളിസി വരുന്നതിന് മുമ്പ് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ഓർഡർ, IT ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഓർഡർ ഇറക്കുന്നത്. സബാറ്റിക്കൽ സ്കീം ഫോർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഗൈഡ് ലൈൻസ് അപ്രൂവ്ഡ്. ഈ ഓർഡർ വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് ലിങ്കില് ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള ലീവ് എടുത്തിട്ട് അവർക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ ഓർഡർ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. GO നമ്പർ 240/2017 ITD ഡേറ്റഡ് 7/10/2017. അപ്പൊ ഇതിൽ പറയുന്നത് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ് ഓർ പേയ്മെന്റ് ഓഫ് റെഡ്യൂസ്ഡ് സാലറി ദ ഫാക്കൽറ്റി വിൽ ബി പെയ്ഡ് എ ഫെലോഷിപ്പ് ഓഫ് ₹50,000 or last drawn salary whichever is lower during the period of sabbatical. അപ്പോൾ sabbatical 2 വർഷം വരെ sabbatical ലീവ് കിട്ടുന്ന the maximum duration of the fellowship is 24 months. The pilot scheme is limited to 10 faculty members in a institute. The scheme is open only to regular faculties of the institution. Okay. അപ്പോൾ ഫാക്കൽറ്റി സ്റ്റുഡൻസിനെ ഇത് എങ്ങനെ ഇൻസെന്റിവൈസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൽ വരുന്ന വിദ്യാർത്ഥികൾ അതിൽ ചെലവഴിക്കുന്ന സമയം അല്ലെങ്കിൽ അവർ തരുന്ന റിപ്പോർട്ട് ഇതിനെല്ലാം ഇന്റേണൽ മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്ന രീതിയിലാണ് പോളിസി പ്ലാൻ ചെയ്തിട്ടുള്ളത്, വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ തീരുമാനം എടുക്കേണ്ടത് PSMO കോളേജിക്ക് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കും. കാരണം യൂണിവേഴ്സിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റികൾ ഇനി ആ രീതിയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് ഫണ്ട് സപ്പോർട്ട് ഫോർ സ്റ്റാർട്ടപ്സ്. ഇതിൽ വരുന്നത് നമ്മൾ പറയുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അറ്റ്ലീസ്റ്റ് 1% ബജറ്റ് സ്റ്റാർട്ടപ്പിന് വേണ്ടി നീക്കി വെക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കോളേജെല്ലാം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഇനി ഭാവിയിൽ നമുക്കൊരു ഫണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നോ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ നല്ല ചേഞ്ചിങ് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഫണ്ട്സ് നമ്മൾ എക്സ്റ്റേണൽ ഫണ്ടേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് അവർ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും തീർച്ചയായിട്ടും. ദെൻ പെഡഗോഗി ആൻഡ് ലേണിംഗ് ഇന്റർവെൻഷൻ ഫോർ സപ്പോർട്ടിങ് ഇന്നോവേഷൻസ്. നമ്മൾ പുതിയ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ എല്ലാം തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പോളിസി നമ്മൾ ഗവൺമെന്റ് ഡിസിഷനും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്കതിന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് PSMO കോളേജിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Highlighting features of the policy. The creation of innovation fund for supporting innovative projects and startups by allocating minimum 1% of institution total budget. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബഡ്ജറ്റ് തുടങ്ങുന്ന ഇയറിൽ
തുടക്കത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു കീപ് 1% ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടോട്ടൽ ബഡ്ജറ്റ് ഫോർ ദി ആസ് ഇന്നോവേഷൻ ഫണ്ട്. അപ്പോൾ നമ്മളെ കോളേജിൽ ആണ് ഇന്നോവേഷൻ ഫണ്ട് ഇപ്പൊ നിലവിലില്ല, പക്ഷെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ അത് ഡെവലപ്പ് ചെയ്ത് വരും. എന്നിരുന്നാലും നമ്മുടെ കുട്ടികളെ നമ്മൾ നിലവിലുള്ള ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും പ്രൈസും PSMO കോളേജും ശ്രമിക്കും. Then academic break for a semester or year to work on their startups. The credits for working on innovative prototypes and business model. ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവർ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്തിന് നമ്മൾ വാല്യൂ കണക്കാക്കി അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. Then 2% to 9.5% of equity or stake in startup company by institute's incubator. Complete ownership of IPR by the inventors in case of non-usage of institute's facilities or resources. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്ത് വന്നു, അവരടുത്ത് ഫണ്ടില്ല. അപ്പോൾ കോളേജാണ് ആ ഫണ്ട് അവർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജാണ് അവർക്ക് വേണ്ടുന്ന ഓഫീസ് ഫെസിലിറ്റി, ഇന്റർനെറ്റ്, പ്രിന്റർ, ഇങ്ങനെ ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം അവർക്ക് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് എന്നുണ്ടെങ്കിൽ അത് ഇത് സിസ്റ്റം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സൗജന്യമാക്കി കഴിഞ്ഞാൽ നിലനിൽക്കാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതിന് റിട്ടേൺ എന്നുള്ള രീതിയിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻഫ്രാസ്ട്രക്ചർ തുറന്നു കൊടുക്കുന്നതിന് പകരമായിട്ട് റെന്റോ അല്ലെങ്കിൽ എടുക്കാവുന്ന ഒരു തീരുമാനമാണ് ഈ രൂപപ്പെടുന്ന സ്റ്റാർട്ടപ്പില് 2% to 9.5% ഇക്വിറ്റി ഷെയർ ഓണർഷിപ്പ് കമ്പനി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പിലെ മാക്സിമം 9.5% വരെ മാത്രമേ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് ആയിരിക്കുമല്ലോ, അപ്പോൾ വീണ്ടും ഫണ്ടിങ് ആവശ്യം വരുന്ന സമയത്ത് പുറത്തുള്ള ഫണ്ടേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കി ഷെയർസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 20% ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ PSMO കോളേജ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി 80% ബാക്കിയുള്ളൂ ഫണ്ടിങ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ 20% നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മണി വേണം. അപ്പൊ ഈ മണി വരുന്നത് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് നിന്ന്. അപ്പൊ അവർക്ക് 80% മാറ്റി വെക്കുന്ന സമയത്ത് ഈ ഐഡിയ പ്രപ്പോസ് ചെയ്ത ആൾക്കും നമുക്ക് 1% മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് കുറയുന്നതനുസരിച്ച് ഫണ്ട് പുറത്തുനിന്നുള്ള ഫണ്ടേഴ്സിന്റെ ഫണ്ടിങ് സാധ്യതയും കുറയും. അപ്പൊ അതിനാൽ ഗവൺമെന്റ് നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് 9.2% to 9.5% വരെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ആ സ്റ്റാർട്ടപ്പിൽ ഷെയർ ചോദിക്കാം എന്നുള്ളതാണ്. And then again, the services to be offered by institution in lieu of equity, fee-based or zero payment method. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സപ്പോർട്ട് അതിന്. ഹലോ, എന്താ പറഞ്ഞേ? ഹലോ സർ, എനിക്ക് തോന്നുന്നു അത് ആരോ വീഡിയോ ഓഡിയോ ഓൺ ചെയ്ത് പോയതാണെന്നാ, അല്ലാതെ ഒന്നുമല്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് നൽകുന്ന ഇപ്പൊ PSMO കോളേജിൽ ഒരു സ്റ്റുഡന്റ് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വന്നു, അതിന് വേണ്ടുന്ന ലീഗൽ സപ്പോർട്ട് എല്ലാം നമ്മൾ PSMO കോളേജ് പ്രൈസ് അല്ലെങ്കിൽ IIC നമ്മൾ കൊടുത്തു. പക്ഷെ ആ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓഫീസ് ആവശ്യം ഉണ്ടാവും. അപ്പൊ ഓഫീസിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആവശ്യമാണ്, ആ ഓഫീസ് എന്നുള്ള ഫിസിക്കൽ സെറ്റപ്പ്. അപ്പൊ അത് പുറത്ത് ആ സ്റ്റുഡന്റ് പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ മന്ത്ലി ആ സ്റ്റുഡന്റിന് കുറഞ്ഞത് 3000 രൂപയോളം വാടക കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പിന്. അപ്പോൾ ആ വാടക കുറച്ച് ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് PSMO കോളേജിൽ ഒരു ഓഫീസ് സെറ്റപ്പ് ആ വിദ്യാർത്ഥിക്ക് നൽകുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് 3000 ആണെങ്കിൽ PSMO കോളേജ് അത് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം നിലനിൽക്കില്ലല്ലോ. അപ്പൊ PSMO കോളേജിന് ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ മന്ത്ലി റെന്റില് ആ വിദ്യാർത്ഥിക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഇന്റർനെറ്റ് സൗകര്യം,
പ്രിന്റർ സൗകര്യം, ഇത്തരം ഫോട്ടോസ്റ്റാറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കൂടുതൽ ചെലവ് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ PSMO കോളേജിൽ നിന്ന് കൊടുക്കുന്നതിന് ആ വിദ്യാർത്ഥി ഒരു ചെറിയൊരു റെന്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ചെറിയ പേയ്മെന്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ മാക്സിമം എടുക്കാവുന്നത് 9.5% ഷെയർ എടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് ഇതിനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് ഈ പോളിസി ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഈ ഭാഗത്ത് ട്രസ്റ്റ് ഏരിയാസ് നമ്മൾ ഓരോന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജീസ് ആൻഡ് ഗവർണൻസ് ഫോർ പ്രൊമോട്ടിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ഇത് വരുന്നത് നമ്മളുടെ ഗവൺമെന്റുകളാണ് ഈ ഭാഗത്ത് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വരുന്ന സമയത്ത് entrepreneurial agenda should be the responsibility of a senior person at the level of dean or director or equivalent position with less hierarchy and autonomy. Then intra and inter-institutional relation to promote E&I entrepreneurship and innovation agenda. Then a resource mobilization plan should be in place. On resource college should support the entrepreneurs in the college by providing 1%, at least 1% of fund of the total annual budget. നമ്മൾ പറഞ്ഞ ഇന്നോവേഷൻ ഫണ്ട് രൂപീകരിക്കണം എന്നാണ് ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കോളേജിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കോളേജിൽ അങ്ങനെ ഒരു ഇന്നോവേഷൻ ഫണ്ട് ഇല്ല നിലവിൽ. നമ്മൾ ഫ്യൂച്ചറിൽ അത് കൊണ്ടുവരുന്നതാണ്. Then we should raise fund from diverse sources, state and central agencies. ഇതെല്ലാം ഗവൺമെന്റ് ആണ് ഡിസിഷൻ എടുക്കേണ്ടത്. Then അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ ഫണ്ട് സപ്പോർട്ട് ഫ്രം അണ്ടർ CSR സെക്ഷൻ 135 ഓഫ് ദി കമ്പനി ആക്ട്. അപ്പോൾ CSR സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്കീം ഓഫ് കമ്പനീസിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഓണ്ടർപ്രണർഷിപ്പിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന് വേണ്ടി നമുക്ക് ഫണ്ട് കണ്ടെത്താം. സ്പോൺസർഷിപ്പ്, ഡൊണേഷൻ ഫ്രം അലുമിനി നെറ്റ്വർക്ക്, ഇതൊക്കെ നമ്മുടെ കോളേജിൽ ഫണ്ട് കണ്ടെത്താവുന്ന വഴികളാണ്. ദെൻ സെക്കൻഡ് ത്രസ്റ്റ് ഏരിയ പറയുന്നത് ഇൻക്യുബേഷൻ ആൻഡ് പ്രീ ഇൻക്യുബേഷൻ സപ്പോർട്ട് ഫോർ ഫെസിലിറ്റീസ്, ക്രിയേഷൻ ഓഫ് പ്രീ ഇൻക്യുബേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്. Then promotion and intensification of technology commercialization efforts. Facilities should be accessible to 24/7 to students, staff and faculty of all discipline and department across the institute. Provision and streamline relevant services and mentoring support through pre-incubation or incubation units in return for fee or equity sharing or zero payment. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ കോളേജിലെ പ്രൈസ് എന്നുള്ളത് നിങ്ങളോട് പറയുന്നൊരു സന്തോഷമുണ്ട്. 24/7 നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രീ ഇൻക്യുബേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ തന്നെയാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കോളേജിൽ ഇത് ഗവൺമെന്റ് ആണ് തീരുമാനം എടുക്കേണ്ടത്. ഓൾറെഡി ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. അധ്യാപകരുടെ കാര്യത്തിൽ അത് താല്പര്യമുണ്ടെങ്കിൽ 2 years സബാറ്റിക്കൽ ലീവ് കൊടുക്കുന്നുണ്ട്. പിന്നെ സെമസ്റ്റർ ലീവ് ഓഫ് എല്ലാം കൊടുക്കുന്നതിനെ കുറിച്ച് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. നമുക്കത് ഇപ്പൊ നിലവിൽ അങ്ങനെ സെമസ്റ്റർ ബ്രേക്ക് ഇല്ല. ദെൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻ ടേക്ക് 2 to 9.5% ഇക്വിറ്റി ഷെയർ എടുക്കാം. Then institute can provide services and facilities to outsider entrepreneurs too. അതായത് നമ്മളെ കോളേജിന്റെ പുറത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കാത്ത ആളുകളാണ് പുതിയ ഐഡിയ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളുടെ ഇൻക്യുബേഷൻ സെന്റർ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ പുറത്തുള്ള ഒരാളുമായി ചേർന്ന് നമ്മൾ വിദ്യാർത്ഥിക്കും ഈ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താം. Then start a part-time or full-time MS, MBA, PGDM in innovation, entrepreneurship and venture development courses. ഇത് നമ്മൾ കോളേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമുക്ക് കോളേജിൽ നടത്താൻ പറ്റും, ഡിപ്ലോമ കോഴ്സ് നടത്താൻ പറ്റും. അപ്പൊ നിലവിൽ നമ്മൾ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. നമ്മൾ PSMO കോളേജ് ഈ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് ഒരു പോളിസി നമ്മൾ അടിയന്തരമായിട്ട് ഡെവലപ്പ് ചെയ്യും. അതിന് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഈ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ വരണം. ആ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് നമ്മളത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സമയത്തും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. IPR, പാറ്റന്റ്, then ownership right, product ownership rights for technologies developed at higher education institution. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഫണ്ട് or resource of higher education institution used substantially, then IPR should be made jointly by institute and inventor and licensed together and revenue sharing among the parties. If any one of inventor want to start a startup based on the technology development, full വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ആ ഐഡിയ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ, ഉദാഹരണമായിട്ട് നമ്മളൊരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ അത് തുല്യമായിട്ട് അച്ഛനും അമ്മക്കും അതിൽ ഓണർഷിപ്പ് ഉള്ളത് പോലെ എത്രമാത്രം ആ ഒരു എഫേർട്ട് ഉണ്ട്, ആ ഐഡിയേറ്ററുടെ ഭാഗത്തു നിന്ന് എത്ര എഫേർട്ട് ഉണ്ട്, എത്ര എഫേർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ട്, ഇത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കമ്പനിയിൽ എടുക്കാവുന്ന ഷെയർ അല്ലെങ്കിൽ IPR അല്ലെങ്കിൽ പാറ്റന്റ് റൈറ്റ് എന്നുള്ളതെല്ലാം. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തു, അതിന്റെ മുഴുവനായിട്ടുള്ള സപ്പോർട്ട്, ഫണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് എല്ലാം വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ IPR റൈറ്റും പാറ്റന്റ് റൈറ്റും ഇൻസ്റ്റിറ്റ്യൂഷന് നിർബന്ധമായിട്ടും നൽകിയിരിക്കണം. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് പുറത്തുനിന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് IPR ആയിട്ടും പാറ്റന്റ് ആയിട്ടും കൊടുക്കാം. ഒരു ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിക്കുക അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് റിക്രൂട്ട് സ്റ്റാഫ് that have a strong innovation and entrepreneurial industrial experience, behavior and attitude. This will help in fostering the I&E agenda and culture. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം PSMO കോളേജിന് സ്പെഷ്യലായിട്ട് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. Then ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. Faculty and staff should be encouraged to do courses, training, certificates on innovation and entrepreneurship and IPR. ദെൻ നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുട്ടികൾക്ക് ഐഡിയ കോമ്പറ്റീഷൻ നടത്തി നമുക്ക് അവർക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടു റീറ്റെയിൻ ടാലന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് ഡെവലപ്പ് അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ഇൻസെന്റീവ്സ് ആൻഡ് റിവാർഡ് മെക്കാനിസം ഫോർ ഓൾ സ്റ്റാഫ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ്, അവർ പേരൻസ് എല്ലാം ഉൾക്കൊള്ളും. A performance matrix should be developed and used for evaluation as part of annual performance and contribution of faculty staff towards achieving I&E agenda should be part of matrix. അപ്പോൾ നമ്മൾ ഇതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. Then the institution, നമ്മൾ higher education institution എന്ന് പറയുന്നത് നമ്മൾ PSMO കോളേജിന് എടുക്കാം നമുക്ക്. To ensure maximum student should participate and go through the pre-incubation of problem identification, solution development, proof of concept validation and prototype development, business model and proposal development. Then it should think and link and collaborate their incubation unit with the external agencies and ecosystem enablers and provide network support to incubate startups. ഇപ്പോൾ നമ്മൾ PSMO കോളേജ് നമ്മൾ മറ്റുള്ള കോളേജുകള്, യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇല്ലാത്ത ഫെസിലിറ്റി ആ ഭാഗത്തുണ്ടെങ്കിൽ അതുമായി നമ്മളുടെ സ്റ്റാർട്ടപ്പ് കുട്ടികളെയും സ്റ്റാഫിനെയും അതുമായി ലിങ്ക് ചെയ്ത് രണ്ട് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി അവരുടെ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനുള്ള മുഴുവൻ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കണമെന്നാണ് ഈ പോളിസി പറയുന്നത്. Then all higher education institutions should join the institutions innovation council network. നമ്മൾ PSMO കോളേജ് ഓൾറെഡി IIC-ലുണ്ട്. ആ IIC ആണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നടത്തി തരുന്നത്. And participate in Smart India Hackathon and participate in adult ranking of institution innovation achievements. നമ്മൾ ARIA-യിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ നമ്മൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള പുതിയ ഐഡിയകളും എന്താ പറയാ ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഇൻട്രസ്റ്റോട് കൂടി കുട്ടികളെ മുന്നോട്ട് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ നമുക്ക്. ഇതൻ നമ്മളൊരു നോംസ് നമ്മളെ കോളേജ് ഒരു പോളിസി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ വരുന്ന സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം, മറ്റു കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ രൂപപ്പെടുത്തുന്നതാണ്.
ദെൻ ഡിഫറെന്റ് കോഴ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മളൊരു ഓണ്ടർപ്രണർഷിപ്പ് നിങ്ങൾ BCom കോഴ്സ് ഉണ്ടെന്നുള്ളതാണ് ശ്രീഷ മിസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ സയൻസ് പഠിക്കുന്നവർക്കും നമ്മൾ ഇത്തരം കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പേപ്പറെങ്കിലും ഒരു ഓപ്പൺ കോഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ PSMO കോളേജ് ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. Then institute should develop a policy or guideline document for forming and managing the relationships with the external stakeholders, including private industries. നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Then entrepreneurial impact assessment, performance analysis of services and facilities on regular basis, development of key performance indicators, focus on input, process, output, outcome and impact level. അപ്പൊ നമ്മൾ ഈ ചെയ്ത വർക്കുകളും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അസസ്മെന്റ് നടത്തി അതിന് ഇവാലുവേറ്റ് ചെയ്ത് വേണ്ടുന്ന എന്തെല്ലാം പുരോഗതിയിലേക്ക് നയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മൊത്തം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അതായത് അധ്യാപകര്, വിദ്യാർത്ഥികള്, അവരുടെ പേരൻസ്, ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് ആവുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തുള്ള ആളുകള്, ഇൻവെസ്റ്റേഴ്സ്, ഇത്രയും ആളുകളെല്ലാം ഇതെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പെട്ടതാണ്. അവരെല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മളുടെ പെർഫോമൻസ് ഓരോ വർഷവും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി ഇതാണ് നമ്മൾ ഈ എന്താ പറയാ നാഷണൽ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് പോളിസിയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ പോളിസി ബേസ് ചെയ്തിട്ട് നമ്മൾ PSMO കോളേജിൽ ഒരു സ്റ്റാർട്ടപ്പ് പോളിസി രൂപീകരിക്കാം. നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അത് കുറഞ്ഞത് ഒരു ബിസിനസ് എങ്കിലും നമുക്ക് ഈ 2021 PSMO കോളേജിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യിക്കണം. അപ്പൊ അതാണ് നമ്മുടെ എയിം. അപ്പൊ ഇനി എന്നാണ് കുട്ടികൾക്ക് വിട്ടുതരുന്നു. കുട്ടികൾക്ക് ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങളാണ് തുറന്നു സംസാരിക്കാം. അവരെന്താണ് ഡ്രീം ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നൽകുന്നതിനെ കുറിച്ച്, അത് വെച്ചിട്ട് നമ്മൾ ഭാവി പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതാണ്. ശ്രീഷ മിസ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്ഷമയോടെ കേട്ടുന്നതിൽ എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി ശ്രീഷ മിസ് സംസാരിച്ചോളൂ. ബാക്കി കുട്ടികളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങൾ വരട്ടെ. ഓക്കെ, സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടെ ഒരു IIC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗൺസിൽ ഇവിടെ ഉണ്ടായിരിക്കും. പെർമനന്റ് ബോഡിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുന്നോട്ട് വരാം, ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. കരീം സാറിന് വേണേ അപ്രോച്ച് ചെയ്യാം, എന്നെ വേണേ അപ്രോച്ച് ചെയ്താൽ ഞാൻ കരീം സാറിനെ അറിയിച്ചോളാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടീം തന്നെയുണ്ട് PSMO കോളേജിൽ, പ്രൈസിന്റെ IICയുടെ നേതൃത്വത്തിൽ. അപ്പൊ അവരെ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്ക് അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യാം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും ഐഡിയ ഉണ്ടാവും, പക്ഷെ അതെങ്ങനെ ബിസിനസ് ആക്കണം എന്നുള്ളതാണ് പലർക്കും അറിയാത്ത ഒരു പ്രശ്നം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ PSMO കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ഓൺട്രപ്രണർ കൾച്ചർ PSMO കോളേജിൽ ഡെവലപ്പ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഇത്തരം പ്രോഗ്രാമുകൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം പ്രസന്റേഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് എന്തായാലും നമുക്ക് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന്. കൊണ്ടാണ് അധ്യാപകർ അതിന്റെ പിന്നിലെടുക്കുന്ന എഫേർട്ട് എത്രയാണ്. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ മകൻ ശരിക്കും SSLC ആണ് പഠിക്കുന്നത്. അവന് സൺഡേ ആണ് ഞാൻ എന്തെങ്കിലും അവനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലോ ഇത്തവണ ക്ലാസ്സുകളൊന്നും കിട്ടാത്തതാണ്, എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ അവർക്ക് സ്വന്തം മക്കളെക്കാളും നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കായതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം നമ്മുടെ മോർണിംഗ് സെഷൻ കംപ്ലീറ്റ് കഴിഞ്ഞുപോയി അല്ലെ. അപ്പൊ നമ്മൾ ഈ എഫേർട്ട് എടുക്കുന്ന എല്ലാം നിങ്ങളുടെ ഐഡിയകൾ മുന്നോട്ട് കൊണ്ടുവരികയും നിങ്ങളെ ഒരു ഓൺട്രപ്രണർ ആക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് നിങ്ങൾ ഇനിയും മുന്നോട്ട് വരണം. കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആക്ച്വലി നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് പ്രപ്പോസ് ചെയ്യേണ്ട ആള് കരീം സാർ ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് ഒരു പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ കരീം സാർ കാണിച്ചു തരികയാണ് അല്ലെ. നമുക്കൊരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് നോക്കൂ. വളരെ ഭംഗിയായി സാർ അത് ഒരു പ്രസന്റേഷൻ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വലിയ ഒരു നഷ്ടമില്ലാതെ ആ ക്ലാസ് വളരെ ഭംഗിയായി തന്നെ കരീം സാർ നിങ്ങൾക്ക് പിന്നെ പ്രസന്റ് ചെയ്തു അല്ലെ. ഒരു പക്ഷെ ഞാൻ നമ്മുടെ റിസോഴ്സ് പേഴ്സണെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം അറിയുന്നില്ല നമ്മുടെ ഇവിടെ ഡിസ്കണക്ട് ആയതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, അതായത് അദ്ദേഹം പ്രസന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു.
ആ സമയത്താണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ സാർ തൽക്കാലം നമുക്ക് പിന്നീട് ഈ പ്രസന്റേഷൻ നടത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ സാർ റെഡിയായി. എനിവേ അത് ഡൽഹിയിൽ ഒരു ഇപ്പൊ പ്രശ്നം നടക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ഫാർമർ പ്രൊട്ടസ്റ്റ് ഒക്കെ ആയിട്ട് ഗവൺമെന്റ് തന്നെ നെറ്റ് കണക്ഷൻ ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് ആദ്യം തന്നെ അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാറിനെ നമുക്ക് ഒരിക്കലും അതിൽ കുറ്റപ്പെടുത്താൻ പറ്റൂല. സാർ ഒരു സിംഗിൾ മെസ്സേജ് തന്നെ സാർ റെഡി ആവുമായിരുന്നു. നമ്മൾ യാതൊരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ലാതെയാണ് ഈ റിസോഴ്സ് പേഴ്സൺ ഒക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് റെഡിയായി വരുന്നത്. അപ്പോൾ ഞാൻ പ്രൈസിന്റെ പേരിലും IACയുടെ പേരിലും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ വളരെ ഭംഗിയായി മാനേജ് ചെയ്ത കരീം സാറിന്, ആക്ച്വലി എല്ലാം ദൈവത്തിന്റെ നിമിത്തം എന്ന് പറയാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ നിന്നിരുന്ന അദ്ദേഹത്തിന് ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി. ഓക്കെ, അപ്പോൾ എനിവേ കരീം സാറിന് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി ഡീൽ ചെയ്തതിന് എന്റെ പേരിലും അതുപോലെ പ്രൈസ് ആൻഡ് IACയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ എന്താ പറയാ, നമ്മുടെ ഈ മീറ്റിൽ നിന്നും ലെഫ്റ്റ് ആവാതെ നമ്മളോടൊപ്പം പൂർണ്ണമായിട്ടും സഹകരിച്ച, ഏതൊരു സിറ്റുവേഷനിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള കുറച്ചുപേരെ ഞാൻ കാണുന്നു. ഡാനിഷ്, നദ, അതുപോലെ തന്നെ കുറെ കുട്ടികളുണ്ട്, 10-12ഓളം കുട്ടികളുണ്ട്. അവരെ ഞാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ കരീം സാറിന്റെ പെർമിഷനോടുകൂടി നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ വൺസ് അഗൈൻ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് കരീം സാർ. ഹലോ കരീം സാർ. കേൾക്കാം. ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ? അനിൽ, അസ്ന ഷെറിൻ, സബീൽ ഡാനിഷ്, ഫാത്തിമ ബിൻസി, അഖിൽ, ഹാദിയ, നദ ലത്തീഫ്, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. സബീൽ ഡാനിഷ് കേൾക്കുന്നുണ്ടോ? സർ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാ ശ്രീഷ മിസ് നമുക്ക് നിർത്താം. ഇവര് 11:45 നമ്മൾ ഒരുപാട് ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.